നമസ്കാരം. മോഹൻലാലും മമ്മൂട്ടിയും രണ്ടുപേരും ഈയിടെ വാർത്താ മാധ്യമങ്ങളിൽ ഇടം പിടിച്ചു. മോഹൻലാലാണെങ്കിൽ നമ്മുടെ പിണറായി വിജയൻ്റെ കൂടെ ഒരു അഭിമുഖം നടത്തി. അതൊരു പ്രീ പ്ലാൻഡ് പരിപാടിയാണ്. അങ്ങനെ തന്നെയാണ് എല്ലാ ഇൻ്റർവ്യൂകളും നടത്തുക. ചോദ്യങ്ങളൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. അത് നന്നായിട്ട് ചെയ്തു. ഇതെൻ്റെ അഭിപ്രായമാണ്. ഞാനിവിടെ പറയാൻ പോകുന്ന മറ്റു ചിലരുടെ അഭിപ്രായമാണ്. മമ്മൂട്ടിയെ പറ്റി വളരെ മോശമായി പറയുന്ന ആൾക്കാർ. അങ്ങനെ പറഞ്ഞ ഒരാളെ ഞാനിവിടെ കോട്ട് ചെയ്യുന്നത് മമ്മൂട്ടിയെ കുറ്റം പറയാനല്ല, അയാളുടെ അതുപോലെ വേറെ ചില പ്രയോഗങ്ങൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഒന്ന് ഇതാണ്: മോഹൻലാൽ ഒരു പൊതുസ്വത്തും മമ്മൂട്ടി ഒരു അസത്തുമായിരിക്കുന്ന സമയം എന്നാണ് അയാൾ പറയുന്നത്. അതിലെ പ്രാസംഗിക മാത്രമാണ് ഞാൻ എടുത്തത്. എങ്ങനെയാണ് അസത്തായത്? പാർട്ടി സെക്രട്ടറിയോട് ഒരു കാര്യം പറഞ്ഞു. പിന്നീട് ഇയാൾ തന്നെ പറയണ അവർ ചിലപ്പോൾ ഒന്നിക്കും. DCC പ്രസിഡന്റിനോടാണ് മമ്മൂട്ടി പറഞ്ഞെങ്കിൽ അതിനെ ഞാൻ സപ്പോർട്ട് ചെയ്യും. CPMൻ്റെ സെക്രട്ടറിയോട് ആയതുകൊണ്ട് ഞാൻ അതിനെ എതിർക്കുകയും ചെയ്യല്ല. എനിക്ക് നിലപാടുണ്ട്, അതാണ് നിലപാട്. അല്ലെങ്കിൽ നിലപാട് തറ നിലപാടാവും എന്നൊക്കെ ചില പറയുന്നുണ്ട്. അതുപോലെ ഒരു വാര്യരും അനിവാര്യരല്ല. അതേപോലെ തന്നെ ഈ സിനിമാ താരങ്ങളുടെ കാര്യമെന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, സിനിമാ താരങ്ങൾ കുറേ കാലം മമ്മൂട്ടി മോഹൻലാലും കൂടി മലയാള സിനിമയെ പുറകോട്ട് നടത്തിയെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇരുട്ടിലേക്ക് നടത്തിയെന്നാണ്. കാരണം അവരൊരു സ്ഥിരം ചട്ടക്കൂടിലുള്ള കഥാപാത്രങ്ങൾ, നായകന്മാർ മാത്രമേ ആകുമായിരുന്നുള്ളൂ. പിന്നെ മറ്റൊരു പ്രയോഗമാണ്, മോഹൻലാൽ ഒരു ബോൺ ആക്ടറാണ്, മമ്മൂട്ടി അങ്ങനെയല്ല. മമ്മൂട്ടി താല്പര്യത്തോടു കൂടി പഠിച്ച് വന്ന ആളാണ് മമ്മൂട്ടിനെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ മമ്മൂട്ടിയും സത്യൻ അന്തിക്കാടും കൂടി പറഞ്ഞൊരു കാര്യമുണ്ട് അത്രേ: സിനിമയ്ക്ക് നമ്മളെ അല്ല വേണ്ടത്, നമുക്ക് സിനിമയാണ് വേണ്ടതെന്ന്. അപ്പോൾ സിനിമ ഉണ്ടാകുന്നത് നമ്മുടെ ആവശ്യമാണെന്ന് ഓരോ നടൻ തിരിച്ചറിയണമെന്നാണ് ഇവിടെ അവരുദ്ദേശിച്ചത്. എന്തായാലും സിനിമ കാണുന്ന ശീലം, ഇപ്പോൾ ഇതെഴുതുന്ന ആൾ പറയുന്നുണ്ട്, ആഴ്ചയിൽ തന്നെ റിലീസ് ചെയ്യുന്ന പടം കാണുന്ന രീതി സ്വഭാവം തനിക്കുണ്ടായിരുന്നു. ഇപ്പോൾ അത് പോയി. ഇപ്പോൾ OTT പോലും സിനിമ കാണുന്ന സ്വഭാവം ഇല്ലാതായി. മറ്റൊരു കാര്യം കൂടി ഇയാൾ പറയുന്നുണ്ട്: സിനിമാ താരങ്ങളെ മാത്രം കാണാനേ അയാൾ ഇഷ്ടപ്പെടുന്നുള്ളൂ. അതായത് കഴിഞ്ഞ തവണ ഇങ്ങനെ യാത്ര ചെയ്ത് പോകുമ്പോൾ മമ്മൂട്ടി പ്രസംഗിക്കുന്ന ഒരു പരിപാടി കണ്ടു. വേണമെങ്കിൽ അയാളുടെ വണ്ടി അവിടെ നിർത്തിയിട്ട് അത് കാണാം. അതിനയാൾ തയ്യാറായില്ല. അതുപോലെ ഇരുവർ എന്ന മോഹൻലാലും പിണറായി വിജയനും കൂടിയുള്ള അഭിമുഖം അയാൾ കണ്ടില്ല. അയാൾക്ക് താല്പര്യം അവരുടെ ഒരു നടൻ എന്ന നിലയ്ക്ക് അവരെ അഭിനയിക്കുന്ന കാര്യങ്ങൾ കാണുക, അത് മാത്രമേ തനിക്ക് താല്പര്യമുള്ളൂ എന്നാണ് പറയുന്നത്. പിന്നെ ലാൽ അനായാസമായി നടിച്ച് ഏത് സിനിമയും രക്ഷപ്പെടുത്തും, നല്ല കഥാപാത്രമല്ലെങ്കിലും എന്ന മമ്മൂട്ടി സ്ഥിതി അതല്ല എന്നൊരു നിഗമനം ഇദ്ദേഹത്തിനാണ്. ന്യൂജൻ തരംഗം വന്നപ്പോൾ പിള്ളേർ ഇമേജിൻ്റെ ഒരു ഭാരവുമില്ലാതെ, അതായത് മമ്മൂട്ടിക്ക് അല്ലെങ്കിൽ മോഹൻലാലിന് അല്ലെങ്കിൽ എല്ലാ സൂപ്പർ താരങ്ങൾക്കും ചില രീതിയിലുള്ള വേഷങ്ങളെ പറ്റുള്ളൂ. അവരത് പറയും, അല്ലെങ്കിൽ സംവിധായകന്മാർ അതിനനുസരിച്ച് പെരുമാറും. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇതാ പുതിയ തലമുറയിലെ ചെറുപ്പക്കാർ, ആണുങ്ങളും പെണ്ണുങ്ങളും, അതായത് നടന്മാരും നടിമാരും വന്ന് ചെറുകുറെ അഭിനയിക്കുന്നു. അവർക്കൊന്നും ഈ പറഞ്ഞ ആൾക്കാരൊന്നും വേണ്ട. ഈ മോഹൻലാലിനെയും മമ്മൂട്ടിനെയും ഈ ഫാൻസ് മാത്രം നിന്നിട്ട് സിനിമ വിജയിപ്പിച്ചിരുന്ന കാലം ഉണ്ടായിരുന്നു. അതൊക്കെ പോയി എന്നാണ്. പത്രങ്ങളും ചാനലുകളും ആയിക്കൊണ്ടിരിക്കുന്ന പോലെ സിനിമാ തിയേറ്ററും വിസ്മൃതമാകും, ഒരു സംശയമില്ല. OTTയിലും സീരീസുകളുണ്ടല്ലോ, വെബ് സീരീസുകളിലേക്ക് യുവാക്കൾ പോയി കഴിഞ്ഞു, മുതിർന്നവരും പോവും. അപ്പോൾ സിനിമ ഉണ്ടാവേണ്ടത് നടന്മാരുടെയും സംവിധായകന്മാരുടെയും പ്രൊഡ്യൂസർമാരുടെയൊക്കെ ആവശ്യമാണ്. അതിനനുസരിച്ച് നിൽക്കണം. മറ്റൊരു കാര്യം, ഇദ്ദേഹമാണോ വേറെ ആരോ പറഞ്ഞിട്ടുണ്ട്, എന്തിനാണ് എല്ലാ പരിപാടിയുടെയും ഉദ്ഘാടനത്തിന് ഒരു സിനിമാതാരം വേണമെന്ന് വയ്ക്കുന്നത്? നമ്മുടെ ഇടതുപക്ഷക്കാരും വലതുപക്ഷക്കാരൊക്കെ ഒരേപോലെ തന്നെ ഇതിൽ ഈ പറഞ്ഞ സിനിമാതാരം വേണം ഒരു പരിപാടി. എന്താണ് സിനിമാതാരത്തിൻ്റെ ക്രെഡിറ്റ്? പല സിനിമാതാരങ്ങളും ഈ കാര്യങ്ങൾ അറിയുന്ന ആൾക്കാരാവില്ല. അവർക്ക് എഴുതി കൊടുത്താൽ അവർ പറയുന്നു. മോഹൻലാൽ തന്നെ എവിടെ ഒന്ന് പ്രസംഗിച്ചപ്പോൾ തിരിഞ്ഞു പോയി എന്ന് കേട്ടിട്ടുണ്ട്. ഏതൊരു അയാൾക്കൊരു അവാർഡ് കിട്ടിയ സമയത്ത് അവിടെ പറയേണ്ടതല്ല ആയിരുന്നു, അത് അയാൾ എഴുതി കൊടുത്താലുള്ള കുഴപ്പം. അങ്ങനെ ഇങ്ങനെയുള്ള ഈ പാവകളെ പോലുള്ള ഈ നടന്മാർ വേണം സംസ്ഥാനത്തിൻ്റെയും അല്ലെങ്കിൽ പ്രതിപക്ഷത്തിൻ്റെയും ഏത് പരിപാടിക്കും ഉദ്ഘാടനം ചെയ്യാനെന്നുള്ളത് ഇവിടുന്ന് വന്നത്. സിനിമ ഇല്ലാതെയും മനുഷ്യൻ ജീവിക്കാം. സിനിമ കാണുന്നൊരു ശീലം മാത്രമാണ്. ആ ശീലം ഒന്നും ഇല്ലാതായാൽ ആ ശീലം മറന്നു പോയിക്കോളും എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞതിലേക്ക് കൂട്ടിച്ചേർക്കേണ്ടത്. അതായത് സിനിമ ആവശ്യമുള്ള കുറച്ച് പേരുണ്ട്, കാണികളല്ല. പണ്ട് കാണികൾ അത്ഭുതം കോറിക്കൊണ്ട് പോയിരുന്നു സിനിമ കാണാൻ. ഇതിൻ്റെ അടുത്തൊരു വശമാണ് തമിഴ്നാട്ടിൽ കണ്ടിരുന്നത്. സിനിമാ താരങ്ങൾ ഇലക്ഷനിൽ നിന്നാൽ ജയിക്കും, സിനിമാ താരങ്ങൾക്ക് വേണ്ടി മരിക്കും. ഇവിടെ മമ്മൂട്ടിയും മോഹൻലാലൊന്നും ഇന്നേ വരെ ഒരു സിനിമാ താരമായിട്ട് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയത്തിലേക്ക് വന്നില്ല.
ഇന്നസെൻ്റ് വന്നു ജയിച്ചു. അതൊക്കെ രാഷ്ട്രീയ പാർട്ടിയുടെ ആയിട്ടാണല്ലോ, സ്വന്തമായിട്ട് രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയല്ല. CPM-ൻ്റെ ഒരു സ്വതന്ത്രനായിട്ട് ആ രീതിയിലാണ് മത്സരിച്ചത്. അല്ലാതെ ഈ സ്വന്തം നിലയ്ക്കൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാൻ ഇവിടെ കേരളത്തിൽ ഒരാളും തുനിയില്ല, തുനിയുമില്ല. ജീവിതത്തിൽ ലാലിനും മമ്മൂട്ടിക്കും ഒരു നിലപാടും ഉണ്ട് എന്ന് ഇദ്ദേഹം വിചാരിക്കുന്നില്ല. അദ്ദേഹത്തിന് അതിൻ്റെ കാരണങ്ങളുണ്ട്. ഇരയ്ക്കൊപ്പം നിൽക്കും, വേട്ടക്കാരന് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് ഒരാൾ പറഞ്ഞു, മറ്റാളൊന്നും മിണ്ടിയില്ല എന്ന് പറഞ്ഞു. ഇതാരാന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല കേട്ടോ. നാളെ മഹാനടനും സെക്രട്ടറിയും കൂടി കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഒരു ചിത്രം വന്നാൽ അത്ഭുതപ്പെടേണ്ട. ഇത് ആ സംഭവം നടന്നു. കെട്ടിപ്പിടിച്ച് നിൽക്കുകയല്ല, രണ്ടാളും പരസ്പരം കാര്യങ്ങൾ വ്യക്തമാക്കി അവരൊന്നായി. അപ്പോൾ അതിന് മുന്നേ എഴുതിയൊരു ഫേസ്ബുക്ക് പോസ്റ്റുണ്ട്. മഹാനടൻ കൂടെ ചേർത്ത് നിർത്തിയാൽ ഒരാൾ വലിയ ആളാവുന്നില്ല, അയാൾ അകറ്റിയാൽ ആരും മോശക്കാരനാവുന്നുമില്ല. അഭിമുഖത്തിൽ ഇരിക്കുന്ന നടനും വലിയ ആളാവുന്നില്ല. നടൻ എന്ന് പറഞ്ഞാൽ നടീനടന്മാർ സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവരാണ്. ഇതിനൊക്കെ അപ്പുറമായിട്ട് ജീവിതമുണ്ട്. അതാണ് മനുഷ്യരുടെ ജീവിതം. അതിനാണ് വലിപ്പം. അതും സൃഷ്ടിക്കുന്നവരാണ് നായകന്മാർ. അല്ലാതെ വെള്ളിത്തിരയിലെ ഈ വലിയ രൂപം താഴെ വന്നു നിന്നിട്ട് എന്തിനെന്ന് പറഞ്ഞാൽ എല്ലാം ആയി എന്ന് വിചാരിക്കുന്ന എല്ലാ പാർട്ടിക്കാരും, അതിൽ നമ്മുടെ ഭരണപക്ഷമായ CPM-ന് പോലും അത്തരം ഒരു പ്രവണത ഉണ്ട്. പലരുടെയും പേര് ഇദ്ദേഹം പറയുന്നുണ്ട്. P. രാജീവിൻ്റെയൊക്കെ പേര് ഏതോ ഒരു ഇതാണോ മറ്റോ ഒരു ലേഖനത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. പിന്നെ മറ്റൊരു വാചകമാണ്, ഒരു മഹാമേരു നിന്ന നിൽപ്പിൽ മാഞ്ഞു, താരം തരിമണലായി, കണ്ടു നിന്നാൽ താരമായി. ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈ പാർട്ടി സെക്രട്ടറിക്ക് ഒരു വലിപ്പം ഉണ്ടായി എന്നാണ്. പാർട്ടി സെക്രട്ടറി വേറെ ഒന്നും ഉദ്ദേശിച്ചിട്ടല്ല, ഈ മമ്മൂട്ടിയുടെ കൂടെ നിന്നിട്ടൊരു ഫോട്ടോ എടുത്ത ആൾക്ക് ഉള്ള ഇത് കിട്ടാനല്ല. അയാൾ മുമ്പും ഈ രംഗത്തുണ്ട്. ഈ പറഞ്ഞ ദുരന്ത നിവാരണം അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളിലും അയാളുണ്ട്. ആ സമയത്ത് മമ്മൂട്ടി എവിടെയായിരുന്നു ചോദിച്ചിട്ട് കാര്യമില്ല. അങ്ങനെ ചോദ്യമുണ്ട്. ആ സമയത്ത് മമ്മൂട്ടി ഇന്ന പടത്തിൽ അഭിനയിക്കുകയായിരുന്നു. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഓരോരുത്തരുടെയും ഓരോ ജോലി. ഇവിടെ എന്താ ഉണ്ടായെന്ന് വെച്ചാൽ മമ്മൂട്ടിയുടെ രീതിയാണ്. അത് പല രീതിയും പറഞ്ഞത്. ഇതൊന്ന് മാറ്റി വിളിച്ച് പറയാമായിരുന്നില്ലേ, വേറെ ആളെ കൊണ്ട് പറയിക്കായിരുന്നില്ലേ? മൈക്കും ക്യാമറയും ഉണ്ട്. ആ സമയത്ത് വേറെ ആൾ പറഞ്ഞാലും ഒക്കെ ഒന്ന് തന്നെയാണ്.